ജർമ്മനിയിലെ ഒരു ബ്രിഡ്ജില് ലവേഴ്സ് പേരൊക്കെ എഴുതിയതിനു ശേഷം ലോക്ക് ചെയ്ത് വെക്കുമല്ലോ. ആ ഒരു ലോക്കൊക്കെ ഹെയ്നും ഹിനുവും കൂടി ഇപ്പോൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. അവര് 3 വർഷം മുമ്പായിരുന്നു ഇങ്ങനെ ലോക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പണ്ടത്തെ ആ ഒരു ലോക്കൊക്കെ അവർ കളഞ്ഞു കാണുമെന്ന് വിചാരിച്ച് ഹെയ്നും ആകെ നിരാശപ്പെട്ടു പോകുന്നു. അവരും പല കടയിലൂടെയൊക്കെ കയറി ഇറങ്ങി നടക്കുന്നു. ആളുകളാകട്ടെ പക്ഷികൾക്കൊക്കെ തീറ്റ കൊടുക്കുന്നത് വഴി ഒരു കാര്യവുമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് സമയം കളയുകയാണെന്നാണ് ഹെയ്ൻ പറയുന്നത്. ഒരാള് കുറെ അധികം ഇലകളൊക്കെ വിറ്റോണ്ടിരിക്കുകയാണ്. ആ ഇലയുടെ കൂടെ ഒരു ലോക്കറ്റും കൂടി കാണും. ലോക്കറ്റിൽ എന്താണോ ഉള്ളത് അതനുസരിച്ചിരിക്കും ഭാഗ്യമുണ്ടോ ഇല്ലയോ എന്നത്. അതിലാകട്ടെ ഒരു ദിവസത്തേക്ക് ഭാഗ്യമുണ്ടെന്നും ഒരു വർഷത്തേക്ക് ഭാഗ്യമുണ്ടെന്നും ജീവിതകാലം മുഴുവൻ ഭാഗ്യമുണ്ടെന്നുമുള്ള രീതിയിൽ 3 ലോക്കറ്റ്സ് ആണ് വേർതിരിച്ചൊക്കെ ഉള്ളത്. പക്ഷെ ഹെയ്നും അതിലൊരെണ്ണം എടുത്തു നോക്കി കഴിയുമ്പോഴത്തേക്കും അതിൽ ഭാഗ്യമില്ല എന്നതായിരുന്നു അവളും കാണുന്നത്. ഹെയിന്റെ വെയിറ്റ് ഒക്കെ 3 കിലോയോളം കൂടിയിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്നെ കാണുവാൻ ഭംഗിയില്ലാതെ ആകുമെന്നൊക്കെ ഹെയ്നും പറയുന്നു. മരിക്കുന്ന സമയത്ത് പോലും സുന്ദരിയായിട്ടിരിക്കണമെന്നതാണ് ഹെയിന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് പോലും അവളും എക്സസൈസ് ഒക്കെ ചെയ്യുന്നു. കുറച്ചുകൂടി ടെസ്റ്റ് ഒക്കെ ചെയ്യുവാനായിട്ട് നേഴ്സും ഹെയ്നെയും കൂട്ടിക്കൊണ്ട് അകത്തേക്കൊക്കെ പോകുന്നു. പക്ഷേ ഹെയ്നും പോകുന്ന വഴിക്ക് ഒരു കുട്ടിയൊക്കെ ഓടിപ്പോകുന്നത് കാണുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ പിറകെയൊക്കെ പോകുകയാണ്. നേഴ്സും തിരികെ ഹിനുവിന്റെ അടുത്ത് എത്തിയിട്ട് അവളും CCTV വഴി നോക്കിയപ്പോഴത്തേക്കും പുറത്തേക്കൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ഹിനുവിനെയും അറിയിക്കുന്നു. എവിടേക്കാണ് ഹെയ്ൻ പോയതെന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഹ്യുനുവും റോഡിലൂടെയൊക്കെ ഹെയ്ൻ അന്വേഷിച്ച് ഓടുകയാണ്. അപ്പോഴാകട്ടെ റോഡിൽ ഒരാൾക്കൂട്ടമൊക്കെ നിൽക്കുന്നത് അവനും ശ്രദ്ധിക്കുന്നു. അവനും ആൾക്കൂട്ടത്തൊക്കെ മാറ്റി കുറച്ചുകൂടി അകത്തേക്കൊക്കെ കയറി നോക്കി കഴിയുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടി വീണ് കിടക്കുകയായിരുന്നു. പക്ഷെ അത് ഹെയ്ൻ ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഹെയ്നും അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവൾക്ക് വിശക്കുന്നു എന്നൊക്കെ പറയുകയാണ്. പിന്നീട് ഹെയ്നെ കൂട്ടിക്കൊണ്ട് ഹ്യുനുവും കഴിക്കുവാനായിട്ടൊക്കെ പോകുന്നു. ഞാൻ എന്റെ ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. ചേട്ടന്റെ പിറകെ ഞാനും പോയി. പിന്നീട് നടന്ന ഒരു കാര്യങ്ങളും എനിക്ക് ഓർമ്മയില്ല എന്നാണ് ഹെയ്ൻ പറയുന്നത്. എങ്കിൽ പോലും കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഹെയ്നെ അന്വേഷിച്ചായിരുന്നു ഹിൻവു പോയിട്ടുമുണ്ടായിരുന്നത്. ഇനി ചേട്ടനെ കുറിച്ചൊക്കെ ഹെയ്ൻ പറയുകയാണ്. ഒരു വെക്കേഷന് ബോട്ടിലൊക്കെ പോകുകയായിരുന്നു ഹെയ്നും ഫാമിലിയും. പക്ഷെ ബോട്ടൊക്കെ അപകടത്തിൽ പെട്ടതുകൊണ്ട് തന്നെ ഹെയ്നും വെള്ളത്തിൽ മുങ്ങിപ്പോയി. ചേട്ടൻ ആദ്യം രക്ഷപ്പെട്ടതായിരുന്നെങ്കിലും ഹെയ്നെ രക്ഷിക്കുവാനായിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയും ഹെയ്നെ രക്ഷിച്ചതിന് ശേഷം വെള്ളത്തിലേക്ക് കൂടുതലായിട്ട് മുങ്ങിപ്പോക്കുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെയ്നും അമ്മയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും അമ്മയ്ക്കും അവൾ രക്ഷപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നെങ്കിലും പിന്നീടാണ് അവളുടെ ചേട്ടൻ അവിടെ ഇല്ല എന്ന കാര്യമൊക്കെ അമ്മ മനസ്സിലാക്കുന്നത്. അങ്ങനെ അമ്മ നോക്കി കഴിയുമ്പോഴത്തേക്കും മകൻ മരിച്ചതായിരുന്നു അമ്മയും കണ്ടിട്ടുണ്ടായിരുന്നത്. മകൻ മരിച്ച വിഷമത്തിൽ ഹെയ്ൻ രക്ഷപ്പെട്ട സന്തോഷമൊക്കെ അമ്മയ്ക്ക് മാറി. അമ്മയും ഹെയ്നോട് പിന്നെ മിണ്ടാൻ പോലും മടിച്ചു നിന്നു. അമ്മയ്ക്ക് ശരിക്കും ഉറങ്ങുവാനോ ഭക്ഷണം കഴിക്കുവാനോ ഒന്നും തന്നെ കുറച്ച് ദിവസത്തേക്ക് പോലും സാധിക്കുമായിരുന്നില്ല. ഇത്രയും കാലമായിട്ടും അമ്മ എന്നോട് ഇതുവരെ ക്ഷമിച്ചിട്ടുമില്ല എന്നൊക്കെ ഹെയ്ൻ പറയുകയാണ്. ഇതൊന്നും തന്നെ നിന്റെ തെറ്റല്ല എന്ന് ഹ്യുനോ പറയുന്നുണ്ടെങ്കിൽ പോലും എന്റെ തെറ്റല്ല എന്ന കാര്യം എനിക്കറിയാം. എങ്കിൽ പോലും ഞാനും എന്റെ ചേട്ടന്റെ ജീവിതമാണ് അടിച്ചു മാറ്റിയതെന്ന ഒരു തോന്നലൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മരിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആരെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടാക്കുക അയാളായിരിക്കും മാലാഖയായിട്ട് നമ്മളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു പക്ഷെ എന്നെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ട് ചേട്ടൻ വന്നതായിരിക്കുമെന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ അവളുടെ ഒരു ഹാലൂസിനേഷൻ മാത്രമാണെന്ന് അവനും തർക്കിക്കുന്നു. കുറെ വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും നീ മരിക്കാറാകുമ്പോഴത്തേക്കും നിന്നെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ട് ഞാനായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ നീയും ഒട്ടും തന്നെ പേടിക്കേണ്ടതായിട്ടില്ല എന്ന് ഹെയ്ൻ പറയുമ്പോഴത്തേക്കും ഞാൻ പേടിക്കില്ല എന്നത് നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ എന്നൊക്കെ ഹിൻവുവും ചോദിക്കുന്നു. ഏറ്റവും സുന്ദരിയായിട്ടുള്ള മാലാഖയല്ലേ ഞാൻ. അങ്ങനെ ഇരിക്കെ എന്നെക്കാട്ടാൽ നിനക്ക് ഒട്ടും തന്നെ പേടിക്കേണ്ടതായിട്ട് വരികയില്ല എന്നൊക്കെ ഹെയ്നും പറയുകയാണ്. ഹിൻവുവും നേരത്തെ ആ ഒരു കടക്കാരനെയൊക്കെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അയാളും എന്നേക്കുമായിട്ട് കടയൊക്കെ പൂട്ടിപ്പോക്കുകയാണ്. ഓണിസിംഗ് മുത്തശ്ശന് നേരത്തെ പെയിന്റിംഗ് ഒക്കെ നൽകാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ ഒരു പെയിന്റിംഗ് ഒക്കെ നൽകുന്നു. മുത്തശ്ശനും ഒരുപാട് സന്തോഷമായിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ മുത്തശ്ശനും സോജോളുടെ പ്രൊജക്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം ആ ഒരു സ്ഥലത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ഒക്കെ നടത്തിയതിനു ശേഷം മാത്രം പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോയാൽ മതിയെന്നായിരുന്നു ഹിൻവു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം കഴിയുമ്പോഴത്തേക്കും ഞാനൊരു സമ്മതമൊക്കെ മൂളാമെന്ന് മുത്തശ്ശനും ഉൻസിങ്ങിനോട് പറയുകയാണ്. പക്ഷെ ഉൻസിങ് ആകട്ടെ മറ്റൊരു കമ്പനിയൊക്കെ ഇതേ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്നും ഒരു പക്ഷേ മുത്തശ്ശൻ സമ്മതമൊക്കെ പറയുവാനായിട്ട് വൈകുകയാണെങ്കിൽ ആ ഒരു കമ്പനിയുടെ കൂടെ ചേർന്നിട്ട് ഈ ഒരു പ്രൊജക്റ്റിലൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കുമെന്നും പറയുന്നു. ആ കമ്പനി ആകട്ടെ മുത്തശ്ശന്റെ എതിരായിട്ട് നിൽക്കുന്ന കമ്പനിയൊക്കെ ആയിരുന്നു. ഗ്രേസ് കോയും പെട്ടെന്ന് തന്നെ സമ്മതിക്കുവാനൊക്കെ മുത്തശ്ശനോടും പറയുകയാണ്. ക്യൂൻസ് ഗ്രൂപ്പിലെ ഒരാളാകട്ടെ കള്ളക്കണക്കൊക്കെ നൽകിയിട്ട് അഴിമതി കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഉൻസിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ ഈ ഒരു വിവരം ഒന്നും തന്നെ ഇതുവരെയായിട്ടും മുത്തശ്ശനോ അച്ഛനോ ഒന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവരാരും അറിയാതെ ആയിരുന്നു അയാളും ഈ ഒരു തിരിമറിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് അറിഞ്ഞിരിക്കുകയാണ്.
നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പോലും ആരും തന്നെ വിശ്വസിക്കുന്നതായിരിക്കുകയില്ല. ഇതെല്ലാം തന്നെ എനിക്ക് എതിരായിട്ട് വരും. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഈ ഒരു കേസൊക്കെ ഒത്തുതീർപ്പാക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോഴത്തേക്കും ഇത് 13 ബില്യന്റെ കേസാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ ഓഫീസേഴ്സ് ആയിരിക്കും ഇതിന് കൂട്ടുനിൽക്കുക. നമ്മളും അവരെ കൈക്കലാക്കണമെങ്കിൽ ഒരുപാട് തുകയൊക്കെ അവർക്ക് കൈക്കൂലി നൽകേണ്ടതായിട്ടുമുണ്ടെന്ന് അച്ഛനും അറിയിക്കുന്നു. മുത്തശ്ശൻ അഴിമതി നടത്തിയെന്ന രീതിയിലൊക്കെ ആരാണ് പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഗേൾഫ്രണ്ട് ചോദിക്കുമ്പോഴത്തേക്കും മുത്തശ്ശനും അതൊന്നും അറിയിക്കയില്ല എന്ന് പറയുന്നു. ഇനി ഗേൾഫ്രണ്ടും മേശയുടെ അടിയിൽ ഉണ്ടായിരുന്ന ഒരു റെക്കോർഡറൊക്കെ ശ്രദ്ധിക്കുകയാണ്. മുത്തശ്ശന് അവളത് കാണിച്ചും കൊടുക്കുന്നു. ഫാമിലിയിലുള്ള എല്ലാ ആളുകളെയും വിളിച്ചു വരുത്തി സെക്യൂരിറ്റിയുടെ അടുത്ത് എന്നിട്ട് ഇതെന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആളുകൾ പറയുന്ന ശബ്ദരേഖ എല്ലാം തന്നെ സ്വീകരിച്ചതിന് ശേഷം അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഏതോ ഒരു ഡിവൈസിൽ സേവ് ആകുന്നുണ്ട്. വീട്ടിലുള്ള ഏതോ ഒരാളാണ് ഇതൊക്കെ ചെയ്തത്. എന്തായാലും 2 മീറ്ററിന് അപ്പുറത്തായിരിക്കും ഇതിന്റെ ഡിവൈസ് ഒക്കെ ഇരിക്കുക എന്നൊക്കെ അയാളും പറയുന്നു. അങ്ങനെ ഇരിക്കെ വീട്ടിലെ എല്ലാവരും കൂടി ചേർന്നിട്ട് പല പല ഇടത്ത് സെർച്ച് ഒക്കെ നടത്തുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഹ്യൂമന്റെ റൂമിൽ എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെയാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട പല ഡിവൈസും ഇരിക്കുന്നതൊക്കെ കാണുന്നു. മാത്രമല്ല അവരും അതെല്ലാം തന്നെ ഓപ്പൺ ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും ഇതിനു മുമ്പ് മുത്തശ്ശൻ സംസാരിച്ച പല കാര്യങ്ങളും അതിൽ റെക്കോർഡും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മുൻസിങ്ങും കാണിക്കുകയാണ്. അതായത് മുത്തശ്ശനൊരു പെയിന്റിംഗ് ഒക്കെ അവൻ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ, അതിലൊരു ഒളി ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു. അതുവഴിയാണ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും മുൻസിങ് കാണുന്നത്. അമ്മയും ഇപ്പോൾ ഹെയ്നെ കോൾ ചെയ്ത് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ഹെയ്നും ഞങ്ങൾ കുറച്ചു ദിവസമായിട്ട് വീട്ടിലൊന്നും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഏതൊരാൾക്ക് വേണമെങ്കിലും ഞങ്ങളുടെ റൂമിലൊക്കെ കടന്നു വന്ന് ഇതൊക്കെ വെക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതൊന്നും കൊണ്ട് ഞാൻ എന്റെ ഹസ്ബൻഡിനെ അവിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ് ഹെയ്നും കോളൊക്കെ കട്ടാക്കി ഫോൺ സ്വിച്ച് ഓഫും ചെയ്യുന്നു. ഹ്യുൻവുവും കടക്കാരെ കോൾ ചെയ്തിട്ട് അവർ ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഫ്രണ്ടിനെയും കോൾ ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ടും കടയ്ക്ക് അന്വേഷിച്ച് എന്ന് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കട തന്നെ അവർ അടച്ചുപൂട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഹ്യുൻവുവും ആ ഒരു കടയുടെ മുമ്പിലായിട്ടൊക്കെ ഒരു കാറും പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ഡാഷ് ക്യാമൊക്കെ എടുത്തതിന് ശേഷം ഏറ്റവും ഒടുവിലായിട്ട് ആ കടയിൽ ആരാണോ വന്നതെന്നൊക്കെ നോക്കുവാനായിട്ട് ഫ്രണ്ടിനെ ഏർപ്പാടാക്കുന്നു. ഫ്രണ്ടിനും ഇതുപോലത്തെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വളരെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അവനെ അറിയിക്കാമെന്നും പറയുകയാണ്. അമ്മ വിളിക്കുകയാണെങ്കിൽ ഈ ഫോണൊന്നും എടുക്കരുതെന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും ആയിരുന്നു ഹെയ്ന്റെ അമ്മയും ഹ്യുൻവുവിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവളും പെട്ടെന്ന് തന്നെ ആ ഒരു ഫോണൊക്കെ മേടിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നു. ആന്റിയും സോൽഹയുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുവാനായിട്ട് ഒരു ഡിറ്റക്റ്റീവിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഡിറ്റക്റ്റീവും ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അവളുടെ യഥാർത്ഥത്തിലുള്ള പേര് സോൽഹ എന്നല്ല, മറ്റൊരു പേരായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. മാത്രമല്ല അവളും ഇതിനു മുമ്പ് വ്യഭിചാര കുറ്റത്തിനൊക്കെ ജയിലിലും കിടന്നിട്ടുണ്ട്. അവളും ഗർഭിണിയായിരുന്നപ്പോഴത്തേക്കുമാണ് അറസ്റ്റിലായത്. അതുകൊണ്ട് തന്നെ ജയിലിൽ വെച്ച് അവൾക്കൊരു ആൺകുട്ടിയും ഉണ്ടായെന്നാണ് ആ ഡീറ്റെയിൽസിൽ പറയുന്നത്. ഒരുപക്ഷെ ഈ ഒരു ആൺകുട്ടി ആയിരിക്കാം ഉൻസെങ്. സ്യോൽഹയുടെ യഥാർത്ഥത്തിലുള്ള ഡീറ്റെയിൽസിൽ അവൾ 30 വർഷം മുമ്പ് മരിച്ചുപോയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സോൽഹി ഇപ്പോൾ എവിടെ ആയിരിക്കുമെന്നൊക്കെ ആന്റിയും ഓർക്കുകയാണ്. ഹ്യുനുവിന്റെ ലോക്കറൊക്കെ തുറന്ന് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശനും അതിന്റെ അകത്ത് നിന്ന് ഡിവോഴ്സിന്റെ നോട്ടീസുകൾ ലഭിക്കുകയാണ്. ഹ്യുനുവും ഹെയ്നും കൂടി ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് എത്തിയതായിരുന്നു. അവിടെ ആകട്ടെ നീണ്ടൊരു ക്യൂ തന്നെയുണ്ട്. ഹെയ്നും ഇങ്ങനെ ക്യൂവിലൊന്നും നിൽക്കുവാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമില്ലെങ്കിൽ പോലും സാധാരണക്കാരിയായിട്ട് ഇപ്പോഴെങ്കിലും ക്യൂവിൽ നിൽക്കുവാനായിട്ട് അവൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തവണ ക്യൂവിൽ നിൽക്കാമെന്ന് പറഞ്ഞ് അവളും പോകുമ്പോഴത്തേക്കും അവനും മറ്റൊരിടം വരെ പോകുകയാണ്. അവൻ പോയിട്ടുണ്ടായിരുന്നത് നേരത്തെ ഇലയൊക്കെ വിറ്റിട്ടുണ്ടായിരുന്ന ഭാഗ്യം പറയുന്ന ഒരാളുണ്ടല്ലോ, അയാളുടെ അടുത്തേക്കായിരുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഇലകളും അവൻ മേടിക്കുന്നു. അതായത് ഏത് ഭാഗ്യമുണ്ടെങ്കിലും ആ ഭാഗ്യം എല്ലാം തന്നെ അവൾക്ക് സ്വന്തമാക്കണമെന്നായിരുന്നു അവനും ആഗ്രഹിച്ചത്. ഇഡേസ്കോയും പ്രശ്നമൊക്കെ ആളി കത്തിക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഹ്യുനുവോ ആകട്ടെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവന്റെ ഡിവോഴ്സിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ കാണുവാനായിട്ട് പോകുമായിരുന്നുവെന്നും ക്വീൻസ് ഗ്രൂപ്പിന്റെ എതിരായിട്ടുള്ള മറ്റൊരു വലിയ കമ്പനിയിലൊക്കെയാണ് ആ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നതെന്നും ഒരു പക്ഷെ ആ ഒരു ഫ്രണ്ട് വഴി ആയിരിക്കാം ആ കമ്പനിയുടെ ചെയർമാന് ഇവിടെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവൻ ചോർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നതെന്നുമാണ് ക്രിസ്കോ പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശന് കൂടുതൽ ദേഷ്യം വരികയും എത്രയും വേഗം ഹ്യുനുവിനെയും ഹെയ്നെയും തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ബ്രിഡ്ജിലൂടെ ഓടിവരുന്ന ഹിൻവുവും 3 വർഷം മുമ്പ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ലോക്കൊക്കെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനും അതിന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ഹെയ്നും ഒരു ഫുഡൊക്കെ മേടിക്കുവാനായിട്ടായിരുന്നല്ലോ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഹെയ്ന് മുമ്പുണ്ടായിരുന്ന ആളാകട്ടെ ഈ ഒരു ഫുഡ് കഴിക്കുവാനായിട്ട് മാത്രം വലിയ ഫ്ലൈറ്റ് ഒക്കെ വിളിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നതെന്നും അതുകൊണ്ട് തന്നെ ഒരെണ്ണം മാത്രമായിട്ട് മേടിക്കുകയാണെങ്കിൽ അയാൾക്ക് നഷ്ടമാകുമെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന എല്ലാം കൂടി മേടിക്കുവാനായിട്ടൊക്കെ നോക്കുന്നു. പക്ഷെ അവളും ഞാൻ 3 മാസം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നാണ് എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ തന്നെ 1 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് 2 മാസം മാത്രമേ ഉള്ളൂ. ഞാനും അടുത്ത ദിവസം ജർമ്മനിയൊക്കെ വിട്ടു പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇത് മുഴുവൻ മേടിക്കുകയാണെങ്കിൽ എനിക്ക് ഒരിക്കൽ പോലും ഇത് കഴിക്കുവാനായിട്ടുള്ള ഒരു അവസരം കിട്ടുകയില്ല എന്ന കാര്യം തുറന്നു പറയുന്നു.
അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ അവൾക്കും അവിടെ നിന്ന് ഫുഡൊക്കെ മേടിക്കുവാനായിട്ട് സാധിക്കുകയാണ്. ഇനി അവളും ഫോണൊക്കെ സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേക്കും അമ്മയുടെ കോളും വരുന്നു. അവൾ അപ്പോൾ തന്നെ അത് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് മെസ്സേജസ് ഒക്കെ അവൾക്ക് വന്നുകൊണ്ടും ഇരിക്കുകയാണ്. അകലെ നിന്നും അവളും ഹിനുവിനെ കാണുന്നുമുണ്ട്. പിന്നീട് അവളുടെ അമ്മയുടെ മെസ്സേജൊക്കെ അറിയാതെ അവൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് ഡിവോഴ്സിന്റെ പേപ്പറൊക്കെ അവളും കാണുന്നത്. അപ്പോഴേക്കും ഹിനുവും അവളുടെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവനും ആ ഒരു ഇലകളൊക്കെ അവൾക്ക് നൽകുന്നുണ്ടെങ്കിലും അവൾ അതെല്ലാം തന്നെ തട്ടിക്കളയുന്നു. പിന്നീട് ആ ഒരു ഡിവോഴ്സിന്റെ പേപ്പേഴ്സ് ഒക്കെ കാണിച്ചതിന് ശേഷം ഇതൊക്കെ കള്ളമാണെന്ന് നീ എന്നോട് പറയുന്നായിരുന്നു അവളും പറയുന്നത്. പക്ഷെ അവനാകട്ടെ അതൊക്കെ സത്യമാണെന്ന് തുറന്നു പറയുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടെങ്കിലും അവസാനം മറ്റൊരു സീൻ കൂടി കാണിക്കുകയാണ്. പണ്ടൊരു ദിവസമാകട്ടെ ഹിനുവും ഹെയ്നൊരു കുടയൊക്കെ നൽകിയിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. ഹെയ്നും ആ ഒരു കുടയുമായിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ചിരിക്കുന്ന ഹ്യുനുവിനെയൊക്കെ അവളും കണ്ടിട്ടുണ്ടായിരുന്നത്. അവൾക്കും അവന്റെ ചിരിയൊക്കെ കാണുമ്പോഴത്തേക്കും സന്തോഷം തോന്നുന്നു. അങ്ങനെയിരിക്കെ ആയിരുന്നു നേരത്തെ അവൾ പറഞ്ഞ ആ ഒരു ലൈൻസും കൂടി ഇതിന്റെ ഒപ്പം കാണിക്കുന്നത്. ഒരാളെ അകലിൽ നിന്ന് കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നുക, എപ്പോഴും അയാളെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അയാളെ കാണുവാൻ വേണ്ടി മാത്രം വന്ന വഴിയിലൂടെ വീണ്ടും വീണ്ടും പോവുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതാണ് നിന്റെ ആദ്യ പ്രണയമെന്നായിരുന്നു അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാകട്ടെ അവളും കാറൊക്കെ സ്ലോ ആക്കി ഓടിക്കുവാനായിട്ട് കാറുകാരനോട് പറയുന്നു. പിന്നീട് പല ദിവസങ്ങളിലും അവൻ ബസ് കയറി പോകുന്നതെല്ലാം തന്നെ അവളും കാറിൽ ഇരുന്നുകൊണ്ട് കാണുകയാണ്. അതായത് കമ്പനി വിട്ടാൽ അവൾ നേരെ വീട്ടിലേക്കായിരുന്നില്ല പോയിക്കൊണ്ടിരുന്നത്, മറിച്ച് ബസ് സ്റ്റോപ്പിലെത്തി ഹ്യുൻവു വണ്ടിയിലൊക്കെ കയറി പോകുമ്പോഴത്തേക്കും ആ ബസിനെ ഫോളോ ചെയ്തുകൊണ്ട് അവളുടെ കാറും പോകും. അങ്ങനെ അവനെയും സുരക്ഷിതമായിട്ട് വീട്ടിലൊക്കെ കൊണ്ടാക്കിയതിനു ശേഷമായിരുന്നു അവളും വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. അവളുടെ ആദ്യ പ്രണയം അത് ഹിനുവ് തന്നെയാണ്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.